അജിത് കുമാർ സിനിമ ചെയ്യുന്നില്ലേ? ആരാധകരുടെ പ്രധാന സംശയമാണിത്. ഈ സംശയത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് തമിഴിലെ പ്രമുഖ ഫിനാൻസിയറും വിതരണക്കാരനുമായ തിരുപ്പൂർ സുബ്രഹ്മണ്യം. സിനിമാ താരം അജിത് കുമാറിന്റെ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. അദ്ദേഹം റേസിംഗിൽ ശ്രദ്ധ പുലർത്തുന്നത് കൊണ്ടാകാം പുതിയ സിനിമകൾ എത്താത്തതെന്നാണ് ആരാധകർ കരുതിയത്. അവസാനമായി അജിത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയാണ്. അജിത്ത് എന്താണ് പുതിയ സിനിമകളിൽ അഭിനയിക്കാത്തതെന്ന് വ്യക്തമാക്കുകയാണ് തമിഴ് സിനിമ ധനകാര്യ വിദഗ്ധനും വിതരണക്കാരനുമായ തിരുപ്പൂർ സുബ്രഹ്മണ്യം. അജിത് കുമാർ ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെടുന്നതാണ് ഇതിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉയർന്ന ശമ്പളം ആഗ്രഹിക്കുന്നു, പക്ഷേ അത് വാഗ്ദാനം ചെയ്യാൻ വ്യവസായത്തിൽ ആരും തന്നെയില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. നിലവിൽ റെഡ് ജയന്റ് സ്റ്റുഡിയോസ്, AGS എന്റർടൈൻമെന്റ്സ്, സൺ പിക്ചേഴ്സ്, വെൽസ് എന്റർടൈൻമെന്റ്സ് എന്നിവ മാത്രമാണ് തമിഴ് സിനിമയിലെ പ്രധാനികൾ. പക്ഷെ അവർ അത്ര വലിയ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കാരണം. 2025 പുറത്തിറങ്ങിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലാണ് അജിത്ത് അവസാനമായി അഭിനയിച്ചത്. 110 മുതൽ 120 കോടി വരെയാണ് അജിത്തിന്റെ പ്രതിഫലം. നിർമ്മാണ കമ്പനികളുമായി ലാഭവിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരിക്കാൻ അജിത്ത് തയ്യാറാകണമെന്നും എങ്കിൽ മാത്രമേ തമിഴ് സിനിമയ്ക്ക് താരത്തിൽ നിന്ന് കൂടുതൽ ചിത്രങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും സുബ്രഹ്മണ്യം അഭിപ്രായപ്പെടുന്നുണ്ട്. അജിത്ത് ഇപ്പോൾ തന്നെ സാമ്പത്തികമായി സുരക്ഷിതനാണെന്നും പരസ്യങ്ങളിലൂടെയും മറ്റും മികച്ച വരുമാനം നേടുന്നുണ്ടെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നിശ്ചിത പ്രതിഫലം എന്ന നിലപാടിൽ അജിത്ത് ഉറച്ചു നിൽക്കുന്നത് സിനിമകളുടെ തുടർച്ചയെ ബാധിക്കുന്നുണ്ട്. തമിഴ് സിനിമ വ്യവസായത്തെ സഹായിക്കുന്ന രീതിയിലുള്ള സമീപനം താരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും സുബ്രഹ്മണ്യം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.